ഹലോ, അപ്പം നമ്മളുടെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായാലോ ഇതുപോലൊരു വീഡിയോ പുറത്തേക്ക് പോകണമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ചെറിയൊരു അമ്പല ട്രിപ്പാണ്. അതായത് നമ്മൾ പണ്ട് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് വരുന്നതിന് മുമ്പ് 2 സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട് വേറെ. ഒന്ന് റെൻ്റലിന്, രണ്ടാമത് നമ്മൾ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഈ ആദ്യം നമ്മൾ വേളച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു അമ്പലം നമുക്ക് സ്പെഷ്യലായിരുന്നു. അന്ന് ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു അമ്പലമായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അതിന് ശേഷം നമ്മൾ ഈ അമ്പലത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിത്തോനെയും കൊണ്ടുപോയിട്ട് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. അതൊരു ഗണപതി ടെമ്പിളായിരുന്നു കേട്ടോ. ഉള്ളിൽ നല്ല വൈബുള്ളൊരു അമ്പലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അടുത്ത് എവിടെയെങ്കിലും വീട് കിട്ടിയാലോ എന്നൊരാഗ്രഹം. അതായത് അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ശരിക്കും വേളാച്ചേരിയിൽ. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. പിന്നെ നമ്മൾ താമസിച്ച സ്ഥലം അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത്. ഇത് പല പ്രാവശ്യം നടന്നിട്ടുള്ളത് തന്നെയാണ്. എന്നാലും ഓരോ പ്രാവശ്യം നമ്മൾ ആ വഴി കൂടെ പോകുമ്പോഴും നമുക്ക് പഴയ ഓർമ്മകളാണ് വരുന്നുണ്ടാവും. ഒരു 15 വർഷം മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ വഴി കൂടെ നടന്നിട്ടുള്ളത്, എന്തൊക്കെ ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. വിജയനഗരത്തി മാമിയുടെ വീട് തറയും അങ്ങനെ അവിടെ ജസ്റ്റ് നിർത്തി. നമുക്ക് പരിചയമുള്ള ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ആളുടെ അടുത്തൊക്കെ സംസാരിച്ചു. പിന്നെ വീഡിയോ എടുത്തില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ ദണ്ഡീശ്വരം സ്ട്രീറ്റിലെ നമ്മുടെ കേരള സ്റ്റൈല് ഒരു അമ്പലമുണ്ട്. നമ്മുടെ അയ്യപ്പനും ഗുരുവായൂരപ്പനുള്ള അമ്പലം. നമ്മൾ സ്ഥിരം പോകണ അമ്പലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി. അതും ഉള്ളിലൊന്നും വീഡിയോ എടുത്തില്ല. അവിടെ കർക്കിടക മാസം ആയതുകൊണ്ട് രാമായണ പാരായണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് നേരെ അതിൻ്റെ അതേ സ്ട്രീറ്റിൽ തന്നെ നമ്മുടെ അന്തിക്കടയെന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോഴും ഹെൽത്തി ഓപ്ഷൻസിന് ഓപ്റ്റ് ചെയ്യണ ഒരു കടയാണ് ശരിക്കും. അപ്പോൾ അവിടെ പോയി നമ്മൾ ഡിന്നർ ഒരു 7 മണിയോട് കൂടിയിട്ട് തീർത്തു. നിത്തുദേ പൊങ്കലാണ് അവളുടെ ഫേവറേറ്റ് ഫുഡ്. പിന്നെ നമ്മൾ ദോശയും അപ്പമാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി. വെള്ളയപ്പവും കുറുമയും പിന്നെ എല്ലാം ഉണ്ട്. നോർമലി കിത്തുവിന് പൂരി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളുടെ ഒരു ചെറിയ ഈവനിങ് അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നമ്മൾ ജസ്റ്റ് OMR വഴി ഒന്ന് ചെറിയൊരു ഷോപ്പിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോഴാണ് അവിടെ YMCA ഗ്രൗണ്ടിൽ ഒരു എക്സിബിഷൻ നടക്കണ കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ചയോ എങ്ങാനൊന്ന് പോകണമെന്നുണ്ട് എക്സിബിഷന് കുട്ടികളെയും കൊണ്ട്. അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എൻജോയ് ചെയ്തോന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.